നമസ്കാരം. ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും DGPയും വിട്ടുനിന്നതിന് കാരണം എന്തായിരിക്കും? അറ്റ്ഹോമിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആരെ ഭയന്നാണ് ഇവർ ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കാത്തത്? റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഭരണത്തലവനായ ഗവർണർ നടത്തുന്ന അറ്റ്ഹോം ബഹിഷ്കരിക്കുന്നത് രാഷ്ട്രത്തോടുള്ള നിന്ദയാണ്. പ്രോട്ടോകോൾ പ്രകാരം രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളിലും റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർമാർ വിളിച്ചു ചേർക്കുന്ന വിരുന്നു സൽക്കാരവും ഒത്തുചേരലും നിർബന്ധമാണ്. ഗവർണറുടെ നിയമസഭാ പ്രസംഗം പോലെ തന്നെ ഭരണഘടന അനുശാസിക്കുന്ന ബാധ്യതയാണ് ഈ അറ്റ്ഹോം എന്ന ഔദ്യോഗിക വിരുന്നും. ഭരണാധികാരികൾ തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ഇത്തരം ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഗവർണർ വിളിച്ചു ചേർക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്നത് അവരുടെ ചുമതലയുടെ ഭാഗമാണ്. ഉന്നത ഉദ്യോഗസ്ഥരും വകുപ്പ് മേധാവിമാരും റിപ്പബ്ലിക് ദിനത്തോടുള്ള ആദര സൂചകമായി ചടങ്ങിൽ സംബന്ധിക്കാറുമുണ്ട്. ഗവർണറോടുള്ള പ്രതിഷേധ സൂചകമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജനുവരി 26-ന് ഗവർണർ വിളിച്ചു ചേർത്ത വിരുന്നു സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ അവരോടൊപ്പം ചീഫ് സെക്രട്ടറിയും DGPയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിട്ടുനിന്നത് യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയില്ല. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ പങ്കെടുക്കാത്തത് എന്ന് വെളിപ്പെടുത്താൻ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്. റിപ്പബ്ലിക് ദിന ചടങ്ങിൽ നിന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഒഴിവായി നിന്നത് ഇതാദ്യമായിട്ടാണ്. ക്ഷണമുണ്ടായിട്ടും GAD സെക്രട്ടറി ജ്യോതിലാൽ ഒഴിച്ച മറ്റ് സെക്രട്ടറിമാർ ആരും അറ്റ്ഹോമിൽ പങ്കെടുത്തിരുന്നില്ല. അടുത്തയിടെ നടന്ന മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കേണ്ട ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച ഗവർണർക്ക് ലഭിച്ച പരാതിയിൽ വിശദീകരണം നൽകാൻ ഗവർണറുടെ നിർദ്ദേശപ്രകാരം രാജ്ഭവൻ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ട് 1.5 മാസം പിന്നിട്ടു. ഇതുവരെ ചീഫ് സെക്രട്ടറി മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഹൈക്കോടതിയിൽ അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിന് ഘടകവിരുദ്ധമായി മറുപടി നൽകാൻ സാധ്യമാകാത്തതാണ് 1.5 മാസം പിന്നിട്ടിട്ടും മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറി ഗവർണറുടെ മുന്നിൽ വരാതെ ഒഴിഞ്ഞുമാറി നിൽക്കുന്നത്. അതിനിടെ രാജ്ഭവൻ നൽകുന്ന കത്തുകൾക്ക് മറുപടി നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. പുതുവർഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിരുന്നിൽ പങ്കെടുക്കാൻ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ CPMന്റെ താൽപ്പര്യത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു എന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ നടപടി സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ഭരണത്തലവനായ ഗവർണറെ ഒറ്റപ്പെടുത്തുക എന്ന മുഖ്യമന്ത്രിയുടെ ഇംഗിതവും ഗവർണറുടെ വിരുന്ന് ക്ഷണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായെന്ന് പറയേണ്ടി വരും. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തനിക്ക് വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ചീഫ് സെക്രട്ടറി V. വേണു അറിയിച്ചപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്ഷണം കണ്ടതായി പോലും ഭാവിച്ചില്ല. ഉന്നത ഉദ്യോഗസ്ഥർ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPMന്റെയും ആജ്ഞയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. SFI പ്രവർത്തകർ ശനിയാഴ്ച നിലമേലിൽ ഗവർണറെ കരിങ്കൊടി കാണിച്ചപ്പോൾ കാറിന് പുറത്തിറങ്ങിയ അദ്ദേഹം DGPയെ ഫോണിൽ വിളിച്ച് ശകാരിച്ചിരുന്നു. ഇതിനുശേഷം ഇവർ ഒരു ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തന്നോടൊപ്പം നിൽക്കുന്നവരെ വിരമിച്ച ശേഷവും പിണറായി വിജയൻ കൈവിടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ്റെ ആജ്ഞാനുവർത്തികളായിരുന്ന KM എബ്രഹാമിനെയും ലോക്നാഥ് ബെഹ്റയെയും VP ജോയിയെയും ഒക്കെ വിരമിച്ച ശേഷം ഓരോരോ സ്ഥാനങ്ങളിൽ ലക്ഷങ്ങൾ മാസശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്ത് പ്രതിഷ്ഠിച്ചത്. കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിനെ സംരക്ഷിക്കുന്നതും പിണറായി വിജയനാണ്. ഇത്തരം പ്രവണതകൾ ഇതിനു മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ഈ പോക്ക് അപകടത്തിലേക്കാണ്. പക്ഷേ ആ അപകടത്തിന് ഇരകളാകുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളാണെന്ന് മാത്രം.